അസ്സലാമു അലൈക്കും. ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പോലും നമ്മുടെ ജില്ലയിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ അവിടെ പ്രശ്നം ആ കുട്ടി വൈകി വന്നതോ, അല്ലെങ്കിൽ 11 മണിയായി ക്ലാസ്സിലേക്ക് എത്താൻ വൈകി വന്ന് എന്നിട്ടും അധികൃതർ ക്ലാസ്സിൽ കയറാൻ പരീക്ഷ എഴുതാൻ അനുവദിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അല്ലാഹു അലം, നമുക്കറിയില്ല എന്താണ് അതിൻ്റെ യഥാർത്ഥ വസ്തുതയെന്ന്. പക്ഷേ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോൾ, അതുപോലെ ചെറിയ മൊബൈലിൻ്റെ ചെറിയ ചെറിയ വഴക്കുകൾക്ക് വേണ്ടിയൊക്കെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോൾ, ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ എന്ന രീതിയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കൾക്കിടയിൽ ഈ ആത്മഹത്യകൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെ ഈ ഒരു പരീക്ഷാ പേപ്പറിൻ്റെ ബലത്തിൽ, അല്ലെങ്കിൽ ഒരു പരീക്ഷയാണോ കുട്ടികളുടെ ഏറ്റവും വലിയ വിജയം? അതിൽ മാർക്ക് അതിനുവേണ്ടി മത്സരിക്കുന്നൊരവസ്ഥ, മാതാപിതാക്കൾ തമ്മിൽ മത്സരിക്കുകയും ടാറ്റസ് വെക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മളങ്ങനെ മത്സരിപ്പിക്കുന്നത്? അതേപോലെ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, ടാറ്റസ് വെച്ചിട്ട് മാർക്കൊക്കെ കുറഞ്ഞു പോയതിൻ്റെ പേരിൽ കുട്ടികളെ കളിയാക്കുന്ന കമൻറ്റുകൾ, അതൊക്കെ വായിച്ചിട്ട് വിഷമിക്കുന്ന കുട്ടികളെ ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെയുള്ള പല കുട്ടികളുടെ ചിത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമമായി. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ആളുകൾ? എന്തിനാണ് മറ്റൊരു കുട്ടിയുമായി തൻ്റെ കുട്ടിയെ, അല്ലെങ്കിൽ ഈ കുട്ടിയെ മറ്റൊരു കുട്ടിയുമായി കമ്പയർ ചെയ്യുന്നത്? എല്ലാ കുട്ടികളും വ്യത്യസ്തരാണ്, ഒരേ കഴിവുള്ളവരല്ല. നമുക്കറിയാം, നമ്മുടെ കൈ വിരൽ പോലും, നമ്മുടെ ഫിംഗർ പോലും എല്ലാം വ്യത്യസ്തമാണ്. നമ്മുടെ മുടി പോലും അങ്ങനെ എല്ലാം ഓരോ ആളുകളുടെ ചിന്തകൾ, അങ്ങനെ എല്ലാം ഓരോന്നും വ്യത്യസ്തമായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകൾ വ്യത്യസ്തമാണ്, സ്വഭാവം വ്യത്യസ്തമാണ്. അപ്പോൾ കുട്ടികളുടെ പഠിക്കുന്ന രീതി വ്യത്യസ്തമാണ്. ചില ആളുകൾക്ക് നടന്നു പഠിക്കേണ്ട രീതി, അടുത്ത പോലത്തെ ഒരു കുട്ടി പറഞ്ഞതുപോലെ നടന്നു പഠിക്കേണ്ടി വരും, ഓടി പഠിക്കേണ്ടി വരും. ചില ആൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും, വായിച്ച് കൊടുക്കേണ്ടി വരും. നമ്മൾ അങ്ങനെ പല രീതിയിലാണ് പഠിക്കുന്നതിൻ്റെ കഴിവ്. അതുപോലെ മറ്റൊരു കുട്ടികളുമായി നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. അതുപോലെ ആ കുട്ടി വിഷമിച്ചിരിക്കുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവനെ ശ്രദ്ധിക്കാനും അവൻ്റെ വാക്കുകൾ കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. പലപ്പോഴും കുട്ടികളുടെ പ്രശ്നം, തൻ്റെ പ്രശ്നം പറയാൻ തനിക്കൊരു മാതാവോ, ഒരു പിതാവോ, നല്ലൊരു സഹോദരനോ, നല്ലൊരു സുഹൃത്തോ ഇല്ല എന്നതിൻ്റെ പേരിൽ വിഷമിക്കുന്ന വേദനാജനകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുട്ടികളുണ്ട്. പലപ്പോഴും പല കുട്ടികളുമായി നമ്മൾ അടുത്തിടപഴകുമ്പോൾ, ഒരു ചിരി കുറച്ചും കൂടി ആയത്തിൽ സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ വിഷമങ്ങൾ പുറത്തു വരാറുണ്ട്. നല്ല വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാമുണ്ട്, കാണുമ്പോൾ നമ്മൾ അടിപൊളിയാണ്. പക്ഷേ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരുപാട് വിഷമങ്ങളുണ്ട് അവരുടെ ഉള്ളിൽ. അവർക്കൊന്ന് തുറന്നു പറയാൻ ഒരു മാതാവില്ല, ഒന്ന് തുറന്നു പറയാൻ ഒരു പിതാവില്ല, ഒരു നല്ലൊരു സഹോദരനില്ല, നല്ലൊരു ടീച്ചറില്ലാത്ത ഒരവസ്ഥ. അങ്ങനെയുള്ള വിഷമഘട്ടത്തിലൂടെ കുട്ടികൾ കടന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇവിടെ എന്താണ് ഒരു പരിഹാരം എന്ന രീതിയിൽ നമ്മൾ ചെയ്യാനുള്ളത്? ഓരോ കുട്ടികളെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, അവർ വിഷമിച്ചിരിക്കുമ്പോൾ, അതുപോലെ അവരോരോ കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ അതിനൊക്കെ നമ്മൾ നല്ല ചെവി കൊടുക്കുകയും കേട്ടിരിക്കുകയും ചെയ്യണം. പലപ്പോഴും പല പ്രശ്നങ്ങൾ വരുമ്പോൾ ആളുകൾ പറയാറുണ്ട്, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, എൻ്റെ മകൾ എന്നോട് പറഞ്ഞില്ലല്ലോ, ആ കൂട്ടുകാരോട് പറഞ്ഞു. ടീച്ചർ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ചെറിയ പ്രശ്നങ്ങൾ വന്ന് പറയുമ്പോൾ നമ്മളത് കേൾക്കാനും ഉൾക്കൊള്ളാനും അതായത്തിൽ മനസ്സിലാക്കാനും, എന്നിട്ട് അതിനു വേണ്ടിയുള്ള ഒരു പോംവഴികൾ, ആ അവൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ പലപ്പോഴും കുട്ടികളെ കളിക്കാനൊന്നും വിടാതെ പിടിച്ചു വെക്കുന്ന മാതാപിതാക്കളുണ്ട്. പക്ഷേ അവർ കളിക്കുമ്പോൾ ഇത് വളരുന്നു, അവരുടെ അറിവും കഴിവും വർദ്ധിക്കുന്നു എന്നത് യാതൊരു സംശയവുമില്ല. കളിയിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്നു. ഞാൻ തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വീണ്ടും ആവർത്തിക്കാണ്, പുതിയ ആളുകൾ കാണുന്നത് കൊണ്ട്. കളിയിലൂടെ ഒരുപാട് നേട്ടങ്ങളുണ്ട് കുട്ടിക്ക്. സംഘം ചേർന്ന് കളിക്കുമ്പോൾ തൻ്റെ ഊഴത്തിന് വേണ്ടി കാത്തു നിൽക്കണമെന്ന് അവൻ അറിയും. അതുപോലെ ഒരു സംഘം ചേർന്ന് പ്രവർത്തിക്കണമെന്നൊരു അറിവ് അവന് കിട്ടുന്നുണ്ട്. അതുപോലെ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയി കാത്തു നിൽക്കേണ്ട ഒരു പരിഗണന നമുക്കുണ്ടിൽ കാത്തു നിൽക്കണം. ചില സ്ഥലങ്ങളിൽ നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും. എയർപോർട്ടുകളിൽ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും നമ്മൾ ഫ്ലൈറ്റ് വരാൻ. അതുപോലെ ഡോക്ടറെ കാണാൻ പോയാൽ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. ആ കാത്തിരിക്കുക എന്ന പാഠം ഇതിലൂടെ കുട്ടിക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ കളിക്കാൻ വിടണം കുട്ടിയെ. അതുപോലെ സംഘം ചേരുന്നതിൻ്റെ പ്രാധാന്യം, അതുപോലെ തോൽവിയുടെ ഒരു പഠനം. പ്രധാനമായി ഈ ഒരു തോൽവിയെ അഭിമുഖീകരിക്കുന്നതിലാണ് ഈ പരീക്ഷയ്ക്കൊക്കെ കഴിഞ്ഞ് ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അവിടെ തോൽവിയെ അഭിമുഖീകരിക്കാൻ അവൻ പഠിച്ചിട്ടില്ല. എപ്പോഴും വിജയം മാത്രം, നല്ല നല്ല സ്റ്റാറ്റസുകളും നല്ല നല്ല മാർക്കുകളും, അങ്ങനെ മാത്രമല്ല, ചിലപ്പോൾ തോൽവി സംഭവിക്കാം. ഈ കളിയിലൂടെ അവൻ ആ തോൽവി എന്ന പാഠം അവൻ പഠിക്കുന്നുണ്ട്. തോൽവി ഉണ്ടാകും ജീവിതത്തിൽ, അത് വിജയത്തിലേക്കുള്ള പാതയാണ്. ഒരു പരീക്ഷയുടെ പേപ്പറല്ല നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത്. ഒരു ജീവിതത്തിൻ്റെ ആ ചെറിയൊരു പേപ്പറല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിധികളും എഴുതുന്നത്. ഇനിയും പരീക്ഷകളുണ്ട്, ഇനിയും അവസരങ്ങളുണ്ട് എന്ന് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഒരു ചെറിയ മാർക്ക് കുറയുമ്പോൾ സാരമില്ലടാ എന്ന് തോളിത്തട്ടി പറയാൻ നമുക്ക് സാധിക്കണം. സാരമില്ല മോളെ, നമുക്കിനിയും ട്രൈ ചെയ്യാം, ഇനിയും അവസരങ്ങളുണ്ട്. ഒരു ചിലന്തിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരു കൊട്ടാരത്തിൽ പരാജയപ്പെട്ടു, കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടി ഒരു ഗുഹയിൽ താമസിക്കുന്ന രാജാവ്. അദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ആ രാജാവ് പരാജയപ്പെട്ടു ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ആളുകളും മറ്റു രാജ്യക്കാർ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി.
അപ്പോൾ ഇദ്ദേഹം ഈ ചിലന്തി വലയുടെ കഥ ഇങ്ങനെ ചിലന്തി കൂട് കെട്ടുന്ന വീണ്ടും വീണ്ടും കാണുകയാണ് അദ്ദേഹം. അപ്പോൾ ചിലന്തി 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, പല ആവർത്തി പരാജയപ്പെട്ടിട്ട് വീണ്ടും വീണ്ടും ശ്രമിച്ചിട്ട് വിജയിക്കുന്നതായിട്ടൊരു ചിത്രം അദ്ദേഹം കണ്ടു. അദ്ദേഹം ശ്രദ്ധയോടെ നോക്കി നിന്നു. എന്നിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ചിലന്തി വല അത് കണ്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി, ഒരു യുദ്ധം, ഒരു പരാജയം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. നമുക്ക് ഇനിയും വിജയിക്കാം, ഇനിയും ശക്തി കൂട്ടാം, ഇനിയും ആളുകളെ പിടിച്ചു കൂട്ടാം, ഇനിയും നമ്മളെ ആൾബലവും ശക്തിബലവും കൂട്ടിയിട്ട് നമുക്ക് വിജയത്തിലേക്ക് നയിക്കാം. അങ്ങനെ അദ്ദേഹം വീണ്ടും പോയി യുദ്ധം ചെയ്തു, അവരോട് വിജയിക്കുകയുണ്ടായി അദ്ദേഹം പിന്നീട്. അപ്പോൾ ഈ ഒരു പാഠം നമുക്ക് നൽകുന്നത്, എത്ര പരാജയപ്പെട്ടാലും വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി ആ പാഠത്തെ നമ്മൾ കാണാൻ നമുക്ക് സാധിക്കണം. അത് നമ്മളെ മക്കളെ ബോധ്യപ്പെടുത്തണം. പല കഥകളിലൂടെയും കവിതകളിലൂടെയും പാട്ടിലൂടെയോ കവിതകളിലൂടെയോ കഥകളിലൂടെയോ ഇങ്ങനെയുള്ള നല്ല സംഭവങ്ങളിലൂടെയോ പലതും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും നല്ല നല്ല അച്ചീവ്മെൻ്റ് അവർക്കിടയിൽ സ്ഥാപിക്കാനും, അതുപോലെ ഇപ്പോൾ നമുക്കറിയാം ചെറിയ ടൂർ പോകാൻ വിടാത്തതിന് അല്ലെങ്കിൽ എങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അവരെ പങ്കു ചേർക്കണം, ചെറിയ ചെറിയ സന്തോഷങ്ങൾ അവർക്ക് നൽകണം. ഒന്ന് അത്യാവശ്യം ടൂർ പോവുക, ഇടയ്ക്കൊന്ന് പുറത്ത് കൂട്ടി പോവുക, അവരുടെ ഭയങ്കരമായി അറ്റാച്ച് ചെയ്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നാട്ടിലുള്ള ആളുകൾക്ക് അത് പ്രത്യേകിച്ച് സാധിക്കും. അവരുടെ കൂടെ സമയം ചെലവഴിച്ച് അവരുടെ മനസ്സറിയാൻ ഓരോ മാതാപിതാക്കളും ശ്രമിക്കണം എന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു.